ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ എപ്പോഴും കാണുന്ന ദോശമാവ് വെച്ചിട്ട് ചെയ്തെടുത്തൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങളോട് പറക്കിയിട്ടില്ല ടേസ്റ്റിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ 3 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നടുകെ മുറിച്ചിട്ട് നമുക്കിതൊന്ന് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കട്ടോ, ചെറിയതായിട്ട്. ഇനി ഇതിലേക്കൊരു 3 തണ്ട് സ്പ്രിംഗ് ഒനിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ വാങ്ങിച്ചതുണ്ടായതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ദോശമാവ് 2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ മുഴുവൻ പച്ചക്കറികളും ഇതുപോലെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് മാവിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലെ ഉപ്പ് ഒന്ന് നോക്കാം. നമ്മൾ ദോശമാവ് ആയതുകൊണ്ട് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ നേരത്തെ ചേർത്തതുകൊണ്ട് ഇനി ഇതിലേക്കുള്ള പച്ചക്കറിയിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തോ, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മാവിൻ്റെ ലൂസിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കൊന്ന് കയ്യിൽ പിടിച്ചിട്ടൊന്ന് എണ്ണയിലേക്ക് ഇടാൻ പാകത്തിന് വേണം നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ മാവിൻ്റെ ലൂസിനനുസരിച്ച് നിങ്ങൾ റവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് റവക്ക് പകരം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ റവ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ റവ ചേർത്തതിന് ശേഷം എൻ്റെ മാവ് കുറച്ച് ലൂസായതുകൊണ്ട് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ രൂപത്തിൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടി വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇനി ചട്ടി ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് നുള്ളിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ഗ്രീൻ ചട്നി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 3 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു പച്ചമുളകും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും 1 പിടി മല്ലിച്ചപ്പും പിന്നെ കുറച്ച് വിനാഗിരും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചട്നി നമുക്ക് ഏത് സ്നാക്സിൻ്റെ കൂടെ കഴിക്കുമ്പോഴും അപാര ടേസ്റ്റ് ആട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദോശമാവ് വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ ഗ്രീൻ ചട്നി കൂടി ആയാൽ പറയേ വേണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.